ഹലോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹോം ഡെക്കറിൽ സെൽഫ് ഇംപ്രഷനൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും അതൊന്നും അല്ലെങ്കിൽ നല്ലൊരു ഈവനിങ് വൈബിൽ ഒരു കോഫിയൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതുവരെ പോയതിലുള്ള ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് കൂടിയിട്ടാണിത്. അപ്പോൾ ഇതൊരു കഫേയാണ്. അപ്പോൾ ഇതുള്ളത് നമ്മുടെ ബാംഗ്ലൂർ കോരമംഗലാണ് ഇതിൻ്റെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വെയർ ഫുഡ് മീറ്റ്സ് ആർട്ട് എന്ന് പറയുന്ന ആ ഒരു തീം തന്നെയാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം, അതിനൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആർട്ട് വർക്കും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് ക്ലേ പീസസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള പീസൊക്കെ നമുക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്കുള്ള കളേഴ്സ്, നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കളർ ബോർഡ് പാനൽ അവർ തരുന്നതാണ്. അതിന്ന് ഒരു ഇഷ്ടമുള്ള കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കളേഴ്സ് നമുക്ക് തരും. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലേ പീസ് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പേ ചെയ്യേണ്ടതാണ്. പേ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇവർക്ക് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10 to 15 ഡേയ്സാണ് ഇവർ പറയുന്നത്. ആ ഒരു ഡേയ്സിൽ ബേക്ക് ചെയ്ത് നല്ലൊരു ഗ്ലേസിങ് ചെയ്ത് പോളിഷ് ചെയ്ത് തന്നെ അവർ നമുക്ക് തരുന്നതാണ്. നമുക്കൊരു 10-15 ഡേയ്സിൽ നമുക്കത് പോയി കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചെയ്ത് വെച്ചിട്ടുള്ള പീസസാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിങ്ങിൽ തന്നെ അവർ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഹോം ഡെക്കറിന് നമ്മൾ സെൽഫ് ഇംപ്രഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ഒരു തീമും വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് ഈ 2 ക്ലേ പീസാണ്. അപ്പോൾ ഇത് കുട്ടികൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മളാദ്യം കുട്ടികൾക്ക് മാത്രം വാങ്ങിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഓരോ പീസും സ്റ്റാർട്ടിങ് തന്നെ 450 വരുന്നുണ്ട്. 450, 650, 600 അങ്ങനെ പോകുന്നുണ്ട്, നല്ല റേറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളാദ്യം അവർ എൻജോയ് ചെയ്തോട്ടെ വിചാരിച്ചിട്ട് അവർക്ക് മാത്രമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ എനിക്ക് ചെയ്യണം തോന്നി. ഇങ്ങനെയുള്ളൊരു പ്ലേസിൽ ഇനി നമ്മൾ വരുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്, മിസ് ചെയ്യണ്ടെന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ടീ പോട്ടിൻ്റെ ഒരു ഷേപ്പുള്ള ഒരു പീസും കൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ മോളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഈ പെയിൻറ്റിങ്. അപ്പോൾ ഈ ഒരു പീസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതിന് ആ ഒരു സിംഗിൾ പീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ 750 ആണ് പീസിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുള്ളത്, പ്ലസ് 12% GST പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മുടെ പേരും അതുപോലെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബോട്ടം പാർട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടു, പെയിൻറ്റിങ് എൻജോയ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ള പ്ലേസിൽ നിന്ന് കുറച്ച് ദൂരെയാണത്, അല്ലെങ്കിൽ വീണ്ടും പോകാനൊക്കെ ഒരു ആഗ്രഹമുള്ളൊരു പ്ലേസാണത്. അപ്പോൾ ഇത് കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണിത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു, നല്ല സ്പോട്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബോട്ടും പിന്നെ അതിൻ്റെ ലിഡിലും കൂടെ നമ്മൾ ആ ഒരു ഡേറ്റ്, പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അവിടെ തന്നെ അവർക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു 10 to 15 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറിലേക്ക് അവർ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്കത് പോയിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടീ പോട്ട് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ബേക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ആ ഒരു അപ്പോൾ ഇവിടെ നിന്ന് ലാസ്റ്റ് ഇറങ്ങിയ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് ഞാനാണ് കേട്ടോ ഇവിടെ നിന്ന്. എനിക്ക് വരാനേ തോന്നിയില്ല, ഭയങ്കര നല്ല സ്പോട്ടായിരുന്നു. അതുപോലെ തന്നെ പലരും ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പേരടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ ഒരു
ടീ പോട്ടിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചിരുന്നതാണ്. ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ പാർട്ടാണിത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഒരു ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുതലാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോം ഡെക്കർ. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ബാംഗ്ലൂരൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞു. നമ്മളിപ്പോൾ ലീവിയാണ്. അതിന് മുമ്പ് ഒന്നും കൂടെ എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തോന്നി. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.